വീഡിയോ എഡിറ്റിംഗ് സീരീസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് എങ്ങനെയാണ് ഒരു വീഡിയോയിലേക്ക് മ്യൂസിക് ആഡ് ചെയ്യുന്നതെന്നാണ്. അതിനായിട്ട് ക്യാൻവ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ക്യാൻവയിൽ താഴെ കാണുന്ന ആ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ആ ഒരു ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വുഡ് യു ലൈക്ക് ടു ക്രിയേറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ എന്ത് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് സെർച്ച് ചെയ്യാം. വീഡിയോ എന്ന് സെർച്ച് ചെയ്യുന്നു കേട്ടോ. വീഡിയോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ വീഡിയോ എന്ന് കാണാം. ആ മൊബൈൽ വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോർട്രേറ്റ് ആയിട്ടുള്ളത്, അതായത് യൂട്യൂബിലും ഒക്കെ ഷോർട്സിൽ കാണില്ലേ, ആ ഒരു മോഡലുള്ള ഒരു ക്യാൻവാസ് കിട്ടും. ഓക്കെ, ഇൻസ്റ്റാഗ്രാം റീലിൽ ഒക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ക്യാൻവാസ് ഉണ്ടല്ലോ, അത്രയും നല്ല ഹൈറ്റുള്ള ആ ഒരു ക്യാൻവാസ് കിട്ടും. ഇനി ഇതിലേക്ക് ഒരു വീഡിയോ ആഡ് ചെയ്യണം. അതിനായിട്ട് ഡിസൈൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഡിസൈൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇൻബിൽറ്റ് വീഡിയോസ് കാണാം. ഇതിലധികം മോഡലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു മോഡൽ സെലക്ട് ചെയ്തിട്ട് അതിൽ ഏത് വിധത്തിലുള്ള എഡിറ്റിങ്ങും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. എല്ലാ തരത്തിലുള്ള എഡിറ്റിങ്ങും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ആ ഡിസൈൻ തന്നെ മൊത്തത്തിൽ നിങ്ങൾക്ക് മാറ്റി മറിക്കാൻ പറ്റും. ഞാനിവിടെ വെഡ്ഡിങ് സെർച്ച് ചെയ്യുന്നു കേട്ടോ. വെഡ്ഡിങ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വെഡ്ഡിങ് വീഡിയോസ് കിട്ടും. ഇനി ബർത്ത്ഡേ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബർത്ത്ഡേ വീഡിയോസ് കിട്ടും. നിങ്ങൾ എന്താണ് സെർച്ച് ചെയ്യുന്നത് അത് കിട്ടും. ഞാനിവിടെ ഈ ഫസ്റ്റ് കാണുന്ന ഈ ഒരു വീഡിയോ തന്നെ സെലക്ട് ചെയ്യുന്നു. ശേഷം അപ്ലൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അതിനായിട്ട് മുകളിലുള്ള ആ ഒരു പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതിലെ പേരൊക്കെ ഒന്ന് കസ്റ്റമൈസ് ചെയ്യണം. ഇതിലെ നെയിമൊക്കെ ഒന്ന് കസ്റ്റമൈസ് ചെയ്യണം. അതിനായിട്ട് ആ നെയിമുള്ള ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഈ ഭാഗത്തുള്ള നെയിമുള്ള അടുത്ത ലെയർ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ഒരു ക്യാൻവാസിലാണ് പേര് വന്നിരിക്കുന്നത്. ആ ഒരു പേരിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ എഡിറ്റ് എന്ന് കാണാം. യൂട്യൂബിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഫുൾ സ്ക്രീനിൽ വീഡിയോ കാണാം കേട്ടോ. അപ്പോഴേ മുഴുവൻ ഓപ്ഷൻസ് കാണാൻ പറ്റുള്ളൂ. എഡിറ്റ് എന്നുള്ള അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വേണ്ട പേരെന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യാം. അതുപോലെ തന്നെ രണ്ട് പേരും ടൈപ്പ് ചെയ്യാം. ഡേറ്റ് അതേപോലെ തന്നെ ഡേറ്റിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. 14/20 കൊടുക്കാം. ഓക്കെ, ഇതുപോലെ ഡേറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഫോണ്ടിൻ്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ആ ഒരു ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. താഴെ കാണാം ഫോണ്ട് സൈസ് എന്നുള്ളത്. ഫോണ്ട് സൈസിൽ വരാം. എന്നിട്ട് ഫോണ്ടിൻ്റെ സൈസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കുറക്കൊക്കെ ചെയ്യാം. ഇതിൻ്റെ കളർ തന്നെ മാറ്റാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്കൊരു ഓഡിയോ ആഡ് ചെയ്യണം. ഓഡിയോ ആഡ് ചെയ്യാനായിട്ട് താഴെ കാണുന്ന ഒരുപാട് ടൂൾ ബാർ കാണാം. അതിൽ അപ്ലോഡ് എന്നൊരു ടൂൾ ബാർ കാണാം. അപ്ലോഡ് എന്നുള്ളതിലേക്ക് വരാം. വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇമേജ്, വീഡിയോസ്, ഓഡിയോ എന്ന് കാണാം. ഞാനിതിൽ ഓഡിയോ എന്നുള്ളത് തന്നെ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഇതിലേക്കൊരു ഓഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് അപ്ലോഡ് ഫയൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ ഡിവൈസ് എന്ന് വരും. ഡിവൈസ് എന്നുള്ളത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ ഇവിടെ ഓപ്പൺ ആയി. ഈ ഫയലിൽ ഇടത് സൈഡിൽ ആ 3 ലൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് ഓഡിയോസ് ഉള്ളത്, ഏത് ഫയലിലാണോ ഉള്ളത് എന്നുള്ളത് ഇവിടെ നോക്കിയിട്ട് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യുക. എൻ്റെ ഈ ഓഡിയോ എന്നുള്ളത് ഇതിൽ തന്നെ ഉണ്ട്. ചിലപ്പോൾ ചിലവർ ഈ ഫോണിൻ്റെ ഈ ഐക്കണിലുള്ള ആ ഒരു ഫയലിലേക്കാറ് കേട്ടോ, ഡിവൈസിലേക്കാറ്. ഓഡിയോ എന്നുള്ളത് പോയാൽ തന്നെ എൻ്റെ ഓഡിയോസ് കിട്ടും. ഞാൻ ഈ ഒരു ഓഡിയോ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓഡിയോ ക്യാൻവയിലേക്ക് അപ്ലോഡ് ആയിട്ടുണ്ട്. ഈ ഒരു ഓഡിയോ തന്നെയാണ് നേരത്തെ അപ്ലോഡ് ചെയ്ത് വെച്ചതായിരുന്നു. ഈ ഒരു ഓഡിയോ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓഡിയോ ഇപ്പോൾ നമ്മുടെ വെഡ്ഡിങ് വീഡിയോയിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു വീഡിയോ നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ പറയാം. ഇപ്പോൾ ഇതിൽ 2 ലെയർ കാണാം. ഒന്ന് മുകളിൽ ഒരു ലെയർ കാണാം, താഴെ ഒരു നീല ലെയർ കാണാം. ആ നീല ലെയറാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള വീഡിയോ. ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇടത് സൈഡിൽ ഏറ്റവും മുകളിലുള്ള മുകളിലേക്കുള്ള ആരോ ഉണ്ടല്ലോ, ആ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് എന്ന് കാണും. ഡൗൺലോഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ MP4 തന്നെയാണ് വേണ്ടതും.
ശേഷം ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അല്പസമയത്തെ ലോഡിങ്ങിന് ശേഷം നമ്മളെ വീഡിയോ ഡൗൺലോഡ് ആയിട്ട് നമ്മുടെ ഗാലറിയിലെത്തുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ.